ഹലോ ഗൈസ്, നമുക്ക് 1 മാർക്കിൻ്റെ ചോദ്യങ്ങളിലോട്ട് കടക്കാം. 1 മാർക്ക് തന്നെയാണെങ്കിൽ പോലും ഇതിൽ നിന്ന് തന്നെ വലിയൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് 1 മാർക്കിന് അല്ലാത്ത രീതിയിൽ ചോദിക്കും. എല്ലാ രീതികളും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ വലിയ ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് സൂപ്പർ ക്വസ്റ്റ്യൻ, എല്ലാ പരീക്ഷയിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു ആദ്യമുണ്ട്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. പക്ഷേ +2 ഈ വർഷം വന്നതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ധാരാളം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ വരുമെന്ന്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തോട്ട് പോവാം. വാട്ടർ വാസ്കുലർ സിസ്റ്റം ഈസ് പ്രസൻറ്റ് ഇൻ ഇതാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം പ്രസൻറ്റ് ഇൻ ഏതിലാണ്? ഇതിലാണ് സ്റ്റാർ ഫിഷ്. ഇതാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം ഈസ് പ്രസൻറ്റ് ഇൻ സ്റ്റാർ ഫിഷ്. രണ്ടാമത്തത് ഗീവ് ഓൺ വേഡിൽ നമുക്ക് അവസാനിക്കണം. വാം ബ്ലഡ് അനിമൽസ്. വാം ബ്ലഡ് അനിമൽസ് എന്ന് പറയുന്നതാണ് എന്താണ്? വാം ബ്ലഡ് അനിമൽസ് എന്ന് പറയുന്നതാണ് ഹോമിയോതെർമസ് അനിമൽസ്. ഫസ്റ്റത്തേതെന്ന് വെച്ചാൽ വാം ബ്ലഡ് അനിമൽസ്, ഹോമിയോതെർമസ് അനിമൽസ്. ഒന്നും നിങ്ങൾ കൂടെ പറയണമെങ്കിൽ മാത്രമേ മനസ്സിലാക്കൂ. ഹോമിയോതെർമസ് അനിമൽസ്. ഇതിൻ്റെ ആൻസർ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ തരുന്നതാണ്. നമ്മൾ ഈ കമ്മ്യൂണിറ്റി ചെയ്യാൻ ലിങ്ക് ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ഇതിലോട്ട് ഇടുന്ന കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ കയറി ഇതിൻ്റെ നോട്ട്സൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി അങ്ങോട്ടുള്ള നോട്ട്സും വീഡിയോസും എല്ലാം അതിൽ വരും. രണ്ടാമത്തെ ബിയിലോട്ട് പോകുന്ന ദ ബോഡി സർഫസ് ഈസ് ഡിസ്റ്റിങ്ക്ലി മാർക്ക്ഡ് ഔട്ട് ഇൻ ടു സെഗ്മെൻറ്റ് ആണ്. ദ ബോഡി സർഫസ് ഈ ഡിസ്റ്റിങ്ക്ലി മാർക്ക്ഡ് ഇൻ ടു സെഗ്മെൻറ്റ്സ്. ആ സെഗ്മെൻറ്റ് രീതിയിൽ നമ്മൾ അതിൻ്റെ ബോഡിയെ തിരിച്ചിരിക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് മെറ്റാമെറിസം. ഇവിടെ ആൻസർ ഞാൻ നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ വാം ബ്ലഡ് അനിമൽസ് എന്ന് പറയുന്നത് ഹോമിയോതെർമസ് അനിമൽസ് ആണ്. രണ്ടാമത് സെഗ്മെൻറ്റുകളായിട്ട് ബോഡി തിരിച്ചിരിക്കുന്നതാണ് മെറ്റാമെറിസം. അടുത്ത് നമുക്ക് മൂന്നാമതിലോട്ട് പോവുകയാണെങ്കിൽ ദ പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം എമിറ്റ് ലൈറ്റ്. നിങ്ങൾ ഇത് എപ്പോഴും 1 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. ചിലപ്പോൾ 1 മാർക്ക് ഇങ്ങനെ ചോദിക്കൂല, 1 വേർഡൊന്നും ആയിരിക്കില്ല ചോദിക്കുന്നത്. പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ് ഈസ് കാൾഡ് ബയോലൂമിനസെൻസ്. ലാസ്റ്റ് സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. അതുതന്നെ ബൈസെക്ഷൽ എന്നോ മോണോസീഷ്യസ് എന്നോ ഹെമറ്റോഫോർഡൈറ്റ് എന്നോ അങ്ങനെ വല്ല എഴുതാം. തന്നെ ബൈസെക്ഷൽ എന്ന് എഴുതിയതും ആൻസർ കീ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ കുറേ ഓപ്ഷൻ കൊണ്ട് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഇതിലേതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി. ഇത് ഡി ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നോക്കി നിങ്ങൾ എഴുതിയാൽ മതി. അടുത്ത ലാസ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ്. ചിലപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു മാച്ച് ദ ഫോളോയിങ് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാത്ത പരീക്ഷയില്ല. ഇതിൽ നിങ്ങൾ നോക്കൂ. ഫസ്റ്റത്തത് റാഡുല. ഫസ്റ്റത്തത് ലാസ്റ്റിൽ ഇത് വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫസ്റ്റത്തത് ലാസ്റ്റ്. റാഡുല ലോലിഗോ. പിന്നെ രണ്ടാമത് ഇക്വസ് പിന്നെ ഇക്വസ് റാഡുല ലോലിഗോ. അടുത്തത് ഓസ്കുലം. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ്. ഇത് ഏതെങ്കിലും രീതിയിൽ ഒരു ചോദ്യം ചോദിക്കും. ഓസ്കുലം എന്താണ്? സൈക്കൺ, ഏറ്റവും മുകളിൽ സൈക്കൺ. അടുത്ത ഹൈപ്പോസ്റ്റോം, ലാസ്റ്റുള്ള ഹൈഡ്രൈനി. റാഡുല ലോലിഗോ പിന്നെ ഇക്വസ് ഓസ്കുലം സൈക്കൺ ഹൈപ്പോസ്റ്റോം ഹൈഡ്ര. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ ചോദ്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. വലുതാണെന്ന് വെച്ചാൽ ചെറുതാണെന്ന് വെച്ചാൽ വലുതാണ്. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അടുത്തത് ഇതിൻ്റെ സിമ്മട്രി. ഇതുപോലൊരു ചോദ്യം എന്തായാലും പരീക്ഷ ചോദിക്കുന്നതായിട്ട് നമുക്ക് യാതൊരു സംശയവുമില്ല. ഇതുപോലെ വന്നിട്ട് ഏതെങ്കിലും ഒരു സിമ്മട്രി. ഇനി നമ്മൾ വരുന്ന ചാപ്റ്ററുകളിൽ മറ്റൊരു സിമ്മട്രി പഠിക്കുന്നതാണ്. വരുന്ന ചാപ്റ്ററിലല്ലേ വരുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ സിമ്മട്രി നോക്കൂ. ഇത് ഏത് സിമ്മട്രിയാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇത് റേഡിയലായിട്ട് കട്ട് ചെയ്താൽ കൂടി ഇതിനെ പറയുന്നതാണ് റേഡിയൽ സിമ്മട്രി. ഇതാണ് റേഡിയൽ സിമ്മട്രി. അടുത്തത് സ്റ്റേറ്റ് 2 ഫൈലം ഇൻ വിച്ച് ദീസ് കണ്ടീഷൻ. ഫസ്റ്റ് ചോദിച്ചാൽ ഇത് ഏത് സിമ്മട്രി എന്നല്ലേ. രണ്ടാമത് ചോദിച്ചാൽ ഈ സിമ്മട്രിയിലുള്ള ഫൈലമാണ് സ്റ്റേറ്റിന് 2 ഫൈലം ഇൻ വിച്ച് ദീസ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ അല്ലെങ്കിൽ ഈ സിമ്മട്രി ഫോളോ ചെയ്യുന്ന 2 ഫൈലത്തിൻ്റെ പേര് ടീനോഫോറ എക്കൈനോഡെർമസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് ഏതെങ്കിലും 3 ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. തീർച്ചയായിട്ടും നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇത്. അത് നമുക്ക് ഇതേപോലുള്ള ആവശ്യം പോലെ ചോദ്യങ്ങൾ നമുക്കിതുകൊണ്ട്. ഇനി നമുക്ക് അടുത്ത
അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ചോദ്യം കൂടി നോക്കാം. ഇത് വെരി ഇമ്പോർട്ടൻസ് ആയ ഒരു ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. എന്തായാലും ഇതും കൂടി ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ചാപ്റ്ററിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ്. വിച്ച് ഡയഗ്രാം റെപ്രസെൻറ്റ് സ്യൂഡോസീലം? ഇതിൽ ഏതെങ്കിലും ഒന്ന് കാണിച്ചിട്ട് സ്യൂഡോസീലം ഏതെങ്കിലും ഒന്ന് ചോദിക്കും. വിച്ച് ഡയഗ്രാം ഈസ് റെപ്രസെൻറ്റ് സ്യൂഡോസീലം? ഇതിൻ്റെ ആൻസർ ബി ആണ് കേട്ടോ മക്കളെ. ഇതിൻ്റെ ആൻസർ ബി. ഇതാണ് സീഡോസീലം. നോക്കി വെച്ചോ. സീഡോ എന്ന് നോക്കുമ്പോൾ ഒരു സീറോ ആയിട്ട് തോന്നില്ലേ? ഇതിൽ തന്നെ ധാരാളം സീറോ ഉണ്ട്. ഇതിൽ തോന്നെ സീറോ ഉണ്ട്. അപ്പോൾ നോക്കിയാൽ സീറോ പോലെ തോന്നുന്നു. ജസ്റ്റ് ഒന്ന് വിചാരിച്ചു കേട്ടോ. അടുത്ത രണ്ടാമത്, നെയിം വൺ ഫൈലം ഹാവിങ് സീഡിയോലിമിക് കണ്ടീഷൻ. ഈ ഒരു സീഡോസീലം കണ്ടീഷൻ ഫോളോ ചെയ്യുന്ന ഒരു ഫൈലത്തിൻ്റെ പേര് എഴുതുക. ആൽഷിമിന്തസ്. സീഡോഫൈലം ഫോളോ ചെയ്യുന്ന ഒരാളെ പേരാണ് സീഡോസീലം ഫോളോ ചെയ്യുന്ന ഒരാളെ പേരാണ് ആൽഷിമിന്തസ്. ഈ ഓൺ എക്സാമ്പിൾ ഫോർ അഷോൾ മീറ്റിംഗ് അനിമൽ. ഈ ഒരു അനിമൽ ഇതാണ്. ഈ ഒരു ഇതിനെ ഫോളോ ചെയ്യുന്ന ഒരു അനിമലിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതുക. പോറിഫറ, സിയൻട്രേറ്റ, ടെനോഫോറ, പ്ലാറ്റിഹെൽമിറ്റ്. പോറിഫറ നമ്മൾ എപ്പോഴും ഓർക്കുന്നതിന് പോറിഫറ. അപ്പോൾ എന്താണ് ഈ ഷോർട്ട് വീഡിയോ ഒരു 7 മിനിറ്റിനുള്ളിൽ തീർക്കുന്ന ഒരു വീഡിയോ, 6 മിനിറ്റിനുള്ളിൽ തീർക്കുന്ന ഒരു വീഡിയോ നമ്മൾ തീർക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ്